Hello, welcome to my April month reset routine. Fresh mindset, fresh start and fresh sheets. അതുകൊണ്ട് തന്നെ ഫ്രഷ് ഷീറ്റ്സ് വെച്ചിട്ട് ഇന്നത്തെ ഡേ തുടങ്ങാമെന്ന് വിചാരിച്ചു. പുതിയ മന്തായതുകൊണ്ട് നമ്മുടെ റൂം ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വൈബ്. ആൻഡ് ഐ ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ബെഡിങ് സെറ്റ്. ചെറുതായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ശ്രമത്തിലാണ്. റെസിപ്പിയൊന്നും ഡീറ്റെയിൽഡായി കാണിക്കുന്നില്ല. അപ്പോൾ റീസെറ്റ് റുട്ടീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ക്ലീനിങ് ആണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനിരിക്കുന്ന സ്ഥലവും എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടാവും. ഇന്നത്തെ റീസെറ്റ് റുട്ടീനിൽ നമ്മൾ പുതിയ മന്താവുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാമെന്നായിരിക്കും കാണിക്കുക. ആൻഡ് ഓൾറെഡി ഞാനിപ്പോൾ കുറച്ച് ക്ലീനിങ്, ലോണ്ട്രി അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു. നമ്മളുടെ ഒരു ക്ലീൻ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനും പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതേപോലെ നമുക്ക് പുതിയ മന്തിനുള്ള ജേർണലിങ്, മൂഡ് ബോർഡ് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളും ഈ വീഡിയോയിലുണ്ടാവും. ഇപ്പം ഞാനൊരു ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അത് ജസ്റ്റ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ റെസിപ്പി ഒന്നും കാണിക്കില്ല, കാരണം ഓൾറെഡി യൂട്യൂബിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അത് നോക്കിയിട്ട് ചെയ്തതാണ്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഒന്ന് ഫ്രഷ് ആയിട്ട് ലഞ്ച് കഴിച്ചിട്ടായിരിക്കും ഞാൻ മൂഡ് ബോർഡ് അങ്ങനത്തെയൊക്കെ ചെയ്യുന്നുണ്ടാവുക. പിന്നെ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസിങ് പരിപാടികളും ഉണ്ട്. ബിരിയാണി വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫില്ലിംഗ് ലഞ്ച് കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് പോവാം. കുറച്ച് തുണിയെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇതുപോലത്തെ പൗച്ചസ്. ഇത് ആക്ച്വലി ഭയങ്കര വേർത്തിട്ടായിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫോൾഡ് ചെയ്തെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും പുറത്തെടുക്കുകയാണെങ്കിൽ അത് മെസ്സാവും. ഇത് പിന്നെയും ക്ലീൻ ആക്കും. ഈ സൈക്കിൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാം. അതായത് ഒരു പൗച്ച് ജസ്റ്റ് വീട്ടിലിടുന്ന ഡ്രസ്സസ് ഒരു പൗച്ച്, ഓഫീസിലേക്ക് ഇടുന്നത്, പുറത്തിടുന്നത് ഡ്രസ്സസ് ഒരു പൗച്ച്, അങ്ങനെ ആക്കി വെക്കുമ്പോൾ നമ്മുടെ കബോർഡും ക്ലീനായിട്ടിരിക്കും. നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ എടുക്കുമ്പോൾ ഇത് ഈ ഒരൊറ്റ പൗച്ച് മാത്രം എടുത്താൽ മതി. നമുക്ക് ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം. ഇതുപോലത്തെ ഹെയർ ക്ലോ ക്ലിപ്സ് എനിക്ക് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കുറവാണെങ്കിലും ഞാനിത് ഇങ്ങനത്തെ എനിക്ക് എടുത്ത് വയ്ക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ ഇത് ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ട് അതെനിക്ക് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഇതിൻ്റെ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ മറക്കും. അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ഹാക്ക് പോലെയാണ്. അതായത് ക്ലോ ക്ലിപ്പ് ഓർഗനൈസേഴ്സ് ഞാൻ കുറേ നോക്കി, പക്ഷേ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഹാങ്ങറിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെ ഹാങ് ചെയ്ത് വെക്കും. അപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് അറിയാം. പെട്ടെന്ന് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. നിങ്ങളുടെ ക്ലിപ്സൊക്കെ ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. നമ്മൾ ജസ്റ്റ് അതൊരു സ്റ്റോറേജ് ബോക്സിൽ വെക്കുകയാണെങ്കിലും എല്ലാം ഇങ്ങനെ കാണാൻ പറ്റില്ല എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതെനിക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയിട്ട് തോന്നി. നെക്സ്റ്റ് ഏപ്രിലിന് വേണ്ടിയിട്ടുള്ള ജേർണലിങ്ങും പ്ലാനിങ്ങും ഒക്കെ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് റിഫ്ലക്ഷനാണ്. സോ റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലത്തെ മാസത്തിൽ എങ്ങനെയൊക്കെ എത്ര നന്നായി ചെയ്യാൻ പറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ടൈമാണത്. എന്തൊക്കെ ഞാൻ മെയിൻലി നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വെൻറ്റ് വെൽ, വാട്ട് ഡിഡ് നോട്ട്, വാട്ട് കുഡ് ഹാവ് ഡൺ ബെറ്റർ, പിന്നെ തിങ്സ് ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ, എന്തൊക്കെ നല്ല സംഭവങ്ങൾ മാർച്ചിൽ സംഭവിച്ചു, എന്തൊക്കെ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായി, അതിനെപ്പറ്റി ഒരു റിഫ്ലക്ഷൻ ജേർണൽ പോലെ എഴുതും. ആൻഡ് ആക്ച്വലി ഐ ഫീൽ ബെറ്റർ. അതായത് എൻ്റെ ടൈം ഞാൻ എവിടെയൊക്കെ വേസ്റ്റ് ചെയ്തു, മെയിൻലി ഞാൻ ഡൂം സ്ക്രോളിങ്, സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് കളയുന്ന നേരം എനിക്ക് വേറെ എവിടെയൊക്കെ യൂസ് ചെയ്യാമായിരുന്നു. നമുക്ക് ഈ റിഫ്ലക്ഷൻ ടൈമിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ട്രൈ ദിസ് വൺസ്. എപ്പോഴെങ്കിലും നിങ്ങൾ പുതിയ മന്ത് പ്ലാൻ ചെയ്യാനാണെങ്കിൽ പ്രീവിയസ് മന്തിൽ എന്തൊക്കെ നന്നായി ചെയ്തു, എവിടെയൊക്കെ നമുക്ക് നന്നാക്കാം എന്നുള്ള ഒരു റിഫ്ലക്ഷൻ ടൈം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക.
റിഫ്ലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിലിലേക്കുള്ള ജേർണലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഇപ്രാവശ്യം കളർ ഓഫ് ദ മന്ത് ഇസ് യെല്ലോ ആൻഡ് വേർഡ് ഓഫ് ദ മന്ത് ഇസ് മൊമെൻറ്റം. അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തിന് ഒരു കളർ, ഒരു വേർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മൊമെൻറ്റം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കീപ് മൂവിങ്, ഈവൻ സ്മോളർ സ്റ്റെപ്സ് ആണെങ്കിൽ നമ്മളുടെ ഗോളിലേക്ക് എത്താൻ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ ആ വേർഡ് ഓഫ് ദ മന്ത് ഇവിടെ മൊമെൻറ്റം എന്ന് എഴുതിയിട്ട് വാളിൽ പേസ്റ്റ് ചെയ്യും. അപ്പം എപ്പോഴും ഐ സീ ഇറ്റ്. ആൻഡ് ഏപ്രിൽ ഈസ് ഓൾസോ സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ബർത്ത്ഡേ മന്ത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട തീമിലും കളറിലും ആ മന്തിൻ്റെ ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഞാൻ ഓരോ മന്തിനും ഓരോ കളർ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. വേർഡ് ഓഫ് ദ മന്ത് നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വേർഡ് സെലക്ട് ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ അവിടെ കൊടുക്കാം. പിന്നെ ആ മാസത്തിലെ സ്പെഷ്യൽ ഇവൻറ്റ്സ് എഴുതാം. ഇപ്പം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ എഴുതി. എന്തെങ്കിലും ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ നിങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണോ അത് എഴുതാം. അതിനുശേഷം ഈ മന്തിൽ ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്സ് എഴുതുക. പുതിയ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ശീലങ്ങൾ മാറ്റാനുണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാം. പിന്നെ വാച്ച് ലിസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണണം ആഗ്രഹമുള്ള മൂവി, കേൾക്കണം എന്ന് ആഗ്രഹമുള്ള പോഡ്കാസ്റ്റ്, അതിനെ പറ്റിയിട്ടൊക്കെ എഴുതാം. നല്ലൊരു മൂവിയോ ബുക്കോ ഒക്കെ വായിച്ചാൽ അതിനെപ്പറ്റി എഴുതാനൊക്കെ ഒരു സ്പേസ് മാറ്റി വയ്ക്കാം. ഞാൻ എല്ലാ ഹാബിറ്റ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഗോൾസിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഹാബിറ്റ്സ് ചൂസ് ചെയ്യുക. അടുത്ത പരിപാടി മൂഡ് ബോർഡ് സെറ്റ് ചെയ്യലാണ്. ഈ ഒരു ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലൊരു ബ്ലാങ്ക് പേജ് നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ട സൈസിലെടുക്കാൻ. ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആ ഒരു പോർട്രേറ്റ് സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പിന്നെ യെല്ലോ ആണ് തീമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മൂഡ് ബോർഡും യെല്ലോ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഫോട്ടോസ് ഈ പേജിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഈ മന്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കോട്സ്, അങ്ങനത്തെ ഇമേജസ് സെലക്ട് ചെയ്യാം. പേജിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ അലൈൻ ചെയ്ത് വെക്കാം. ഫാമിലി ടൈം ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ഒരു പിക്ചർ ആഡ് ചെയ്ത് ഞാനത് എൻ്റെ മൂഡ് ബോർഡിൽ സെറ്റ് ചെയ്തു. പിന്നെ ബുക്ക് വായന കുറച്ചുകൂടി കൂട്ടണം, അതെൻ്റെ ഒരു ഗോൾ ഓഫ് ദ മന്താണ്. അപ്പോൾ അത് ഡെപ്പിക്റ്റ് ചെയ്യുന്ന പിക്ചർ ഞാൻ ആഡ് ചെയ്തു. ബേസിക്കലി ഈ മന്തിൽ മൂഡ് സെറ്റ് ചെയ്യുക, അതാണ് മൂഡ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളുടെ ഗോൾസിൻ്റെ ആ ഒരു ക്ലാരിറ്റി വരാൻ. പിന്നെ ഹെൽത്തി ഈറ്റിംഗ് ഇസ് ഓൾസോ വൺ ഓഫ് മൈ ഗോൾസ്. അപ്പോൾ ഞാനത് ആഡ് ചെയ്തു. പിന്നെ ആ ഒരു യെല്ലോ എസ്തറ്റിക്സ് കൊണ്ടുവന്നു. അത് ഞാൻ എൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തു. സോ ദാറ്റ്സ് ഹൗ ഐ പ്ലാൻ എവറി മന്ത്. ഇപ്പോൾ എങ്ങനെ മൂഡ് ബോർഡ് സെറ്റ് ചെയ്യാം, എന്തൊക്കെ പ്ലാനറിൽ ആഡ് ചെയ്യാം, എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാം, അങ്ങനെ എല്ലാം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയ മന്ത് ഒരുപാട് പ്ലാനിങ്ങിൽ തുടങ്ങാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ വെച്ച് ഇറ്റ്സ് ഓക്കെ. മെല്ലെ മിഡ് മന്തോ അല്ലെങ്കിൽ എല്ലാ വീക്കിൽ ഏതെങ്കിലും ഒരു 10 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഒരുപാട് ക്രിയേറ്റിവിറ്റി, ഒരുപാട് ഡെക്കറേഷനൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ടു ഡു ലിസ്റ്റ് പോലെ നമ്മളുടെ എന്തൊക്കെ ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം, എന്തൊക്കെ ഗോൾസ് വേണം, അങ്ങനെ മാത്രം ചെയ്താലും മതി. നമുക്ക് സിമ്പിളാക്കാം. എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. സോ എൻ്റെ വീഡിയോ ഈ ഒരു പോയിന്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു യെല്ലോ ഇമോജി കമൻറ്റ് ചെയ്യുക. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. നിങ്ങളുടെ ഈ മന്ത് പ്രൊഡക്റ്റീവ് ആവട്ടെ, അടിപൊളിയാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.